ഹായ് ഫ്രണ്ട്സ്, ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു വീഡിയോയാ. അപ്പോൾ ഇതിനുവേണ്ടി നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് ചെയ്തിട്ട് പലർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് റിസൾട്ട് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു വ്യൂവർ തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റിൽ പറയാം. കാരണം ചിലർക്ക് ഇങ്ങനെ ആദ്യം കൂടുതൽ പറയുന്നത് താല്പര്യമില്ല, പെട്ടെന്ന് ടിപ്പ് കേൾക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ മൂക്കിന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് പലരുടെയും പ്രശ്നമാണ്. കറുത്ത കറുത്ത കുത്തുകുത്തു പോലെ കാര പോലെ വരുന്നത്. അപ്പൊ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് പറഞ്ഞു തന്നയാൾക്ക് ഇത് ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. വൈറ്റ് ഹെഡ്സ് മാറുമോ എന്ന് പറഞ്ഞു തന്ന ആൾക്കും അറിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടത് നമ്മുടെ ഉപ്പില്ലേ, കല്ലുപ്പ്. അതായത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കല്ലുപ്പായിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നീടാണ് ഉപ്പ് പൊടിയായത്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കാം, അതില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പോ കല്ലുപ്പോ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു കഷ്ണം കറുകപ്പട്ട മതിയാവും. നമ്മുടെ വിരലിന്റെ നീളമുള്ള ഒരു കഷ്ണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആവാം, കുഴപ്പമില്ല. ഈ 2 എണ്ണം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കറുകപ്പട്ടയുടെ പൊടി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല. ഈ ഉപ്പും പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും, അതുമല്ലെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. 4 ഓയിൽ ഞാൻ തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒത്തിരി വേണ്ട, ലേശം ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി മതി. എന്നിട്ട് ഇത് പേസ്റ്റ് ആക്കിയിട്ട് ലേശം നമ്മുടെ വിരലിലെടുത്ത് ഈ എവിടെയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ശക്തിയോടെ ഉരയ്ക്കേണ്ട, ഒപ്പാണ്. സ്കിൻ ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലേശം ശക്തിയോടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് റബ്ബ് ചെയ്യാം. അതിനുശേഷം തുടച്ചു കളയാം അല്ലെങ്കിൽ കഴുകി കളയാം. ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഫുള്ളായിട്ട് മാറി കിട്ടും. ഇനി ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വ്യൂവറായ ലീനയാണ്. ലീന ഇത് യൂസ് ചെയ്തിട്ട് ഇതിനു മുമ്പുള്ള ഫോട്ടോ, അത് കഴിഞ്ഞ ശേഷമുള്ള ഫോട്ടോ, ഇത് രണ്ടും എനിക്ക് അയച്ചു തന്നു. നല്ല റിസൾട്ടാണ് ചേച്ചി, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ലീനയുടെ പേര് പറയുന്നു. ഇനി എന്നെ കേൾക്കുന്നവർ ചേച്ചി ഇത് ട്രൈ ചെയ്ത് നോക്കിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ട്രൈ ചെയ്തില്ല. എനിക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഉപയോഗിച്ചയാൾ ഫോട്ടോ സഹിതം അയച്ചു തരുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അതുപോലെ 2-3 ദിവസം മുമ്പേ എനിക്കൊരു കമന്റ് വന്നിരുന്നു, ചേച്ചിക്ക് വിഷമം തോന്നരുത്, ഞാൻ ചേച്ചിയുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവുക. കാരണം ചേച്ചിയുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കൂടുതലും കുക്കിംഗ് വീഡിയോസ് ആണ്, ബ്യൂട്ടി ടിപ്സ് ഒന്നും കാണുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് മറുപടി കൊടുത്തു, ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഓൺലി ബ്യൂട്ടി ടിപ്സിന് വേണ്ടി മാത്രമല്ല. അതിൽ ഹെൽത്ത് ടിപ്സ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്സ് ഉണ്ട്, കിച്ചൺ ടിപ്സ് ഉണ്ട്, കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ ഹെൽത്ത് മീ ലോട്ട് ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ബ്യൂട്ടി ടിപ്സ് മാത്രം ഇട്ട് വെറുതെ കുറെ ടിപ്സുകൾ ഇട്ട് വ്യൂസ് കൂട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡെയിലി എനിക്ക് ഓരോ ടിപ്പുകൾ എടുത്ത് ഇതിനു വേണ്ടി അത്, അതിനു വേണ്ടി ഇതെന്നും പറഞ്ഞ് എനിക്ക് വീഡിയോ തയ്യാറാക്കാം. എന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ എന്തിടുന്നു അത് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കണം. അല്ലാതെ വെറുതെ എന്തേലും ഇട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം നിങ്ങൾ എന്നിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ ഡെയിലി എനിക്ക് വരുന്ന കമന്റ്സ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ചേച്ചിയുടെ ടിപ്പ് ഞങ്ങൾക്ക് യാതൊരു സംശയം കൂടാതെ ചെയ്തു നോക്കാം, അത്രയ്ക്ക് വിശ്വാസമാണ്, അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ വിശ്വാസം, ഞാനൊരു മോശം ടിപ്പ് ഇട്ടാല് നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം കുറയുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്യൂട്ടി ടിപ്സ് മാത്രം ആഗ്രഹിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുള്ളത് മാത്രമേ ഞാൻ ഇടത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇടില്ല. അപ്പൊ ഇനിയും നല്ല ടിപ്സുകൾ, ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്സുകൾ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. അപ്പൊ വേറെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കാരണം ചേച്ചി ഇപ്പോൾ ടിപ്സുകളൊന്നും ഇടുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ റീസൺ ഇതാണ്. വെറുതെ അവിടെ ഇവിടെയും കാണുന്ന ടിപ്സുകൾ എടുത്തിട്ട് എന്റെ ചാനലിൽ വ്യൂസ് കൂട്ടാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കാരണം വെറും വ്യൂസിന് വേണ്ടി ഞാൻ ഒരു വീഡിയോയും ഇടാറുമില്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.